നമ്മൾ കേരളത്തിലെ വിവരങ്ങളിലേക്ക് വരികയാണ്. AKG സെന്ററിന് മുമ്പിൽ നിന്ന് വിജിൻ വായന്തോട് നമ്മളോടൊപ്പം ചേരുകയാണ്. വിജിൻ, എന്താണ് AKG സെന്ററിൽ മുമ്പിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്? NPC മിനിറ്റുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നു തുടങ്ങാനുള്ളത്. AKG സെന്ററിലേക്ക് ഇപ്പോൾ നേതാക്കളൊക്കെ എത്തിച്ചേരുന്നതേ ഉള്ളൂ. ഇപ്പോഴാണ് അതിൻ്റെ ഗേറ്റൊക്കെ തുറന്ന് സജീവമായിക്കൊണ്ടിരിക്കുന്നത്. MV ഗോവിന്ദൻ മാസ്റ്ററും അതുപോലെ തന്നെ LDF കൺവീനർ EP ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒക്കെ AKG സെന്ററിൽ എത്തിയാണ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കണ്ടുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരം നഗരത്തിലുണ്ട്. എന്തായാലും LDF വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വെച്ച് പുലർത്തുന്ന. ഏറ്റവും അവസാനം വരെ നേതാക്കളിൽ നിന്ന് വന്ന പ്രതികരണവും അങ്ങനെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ഈ സർവേ ഫലങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സർവേ ഫലങ്ങളെയും തള്ളിക്കൊണ്ടു തന്നെയാണ് LDF നേതാക്കൾ എല്ലാം രംഗത്തെത്തിയത്. അതിന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ സർവേ ഫലങ്ങൾ ഒക്കെ സൂചകമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. 2004 NDA സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു. പക്ഷേ UPA സർക്കാർ വന്നു. ആ സമയത്ത് കേരളത്തിൽ 2 സീറ്റിൽ LDF ഒതുങ്ങും എന്നായിരുന്നു സർവേ ഫലങ്ങൾ പറഞ്ഞിരുന്നതെങ്കിൽ അന്ന് 18 സീറ്റ് നേടിയാണ് വലിയ തരത്തിലുള്ള പ്രകടനം LDFിൻ്റെ ഭാഗത്ത് നിന്ന് കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. ഇതൊക്കെ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തുടർഭരണം ഉണ്ടാകില്ല, തുടർഭരണം ഉണ്ടെങ്കിൽ പോലും അത് ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിലായിരിക്കും എന്നൊക്കെയായിരുന്നു സർവേ ഫലങ്ങൾ പറഞ്ഞത്. പക്ഷേ 99ഓളം സീറ്റ് നൽകി പിണറായി വിജയനെ വീണ്ടും ജനങ്ങൾ അധികാരത്തിലെത്തിക്കുന്ന കാഴ്ച കണ്ടു. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ സർവേകളെ മുഴുവൻ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുഴുവൻ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് LDFിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. LDF പ്രതീക്ഷിക്കുന്ന ഏകദേശം 10 മുകളിൽ സീറ്റാണ് എന്നുള്ളതാണ് കൃത്യമായ കണക്ക്. അത്തരത്തിൽ തന്നെയാണ് ബൂത്ത് അടിസ്ഥാനത്തിലൊക്കെ കണക്ക് ശേഖരിച്ച് LDF നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ശക്തമായ മത്സരം എല്ലാ മണ്ഡലങ്ങളിലും കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് LDFിൻ്റെ ശുഭപ്രതീക്ഷ എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം ലീഗിൻ്റെ കോട്ടയായ മലപ്പുറത്തും അതുപോലെ തന്നെ പൊന്നാനിയിൽ ഉൾപ്പെടെ സമസ്തയുടെ ഉൾപ്പെടെയുള്ള പിന്തുണ പൂർണ്ണമായും നേടിയെടുക്കാൻ കഴിയുകയും വലിയ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് LDF പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ വയനാടിൽ രാഹുൽ ഗാന്ധിക്ക് എതിരായി ശക്തയായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. മറ്റ് മണ്ഡലങ്ങളിൽ ഒക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഒക്കെ കണ്ടതിൽ നിന്ന് വിഭിന്നമായി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടുള്ള ഒരു മത്സരത്തിലേക്ക് ആദ്യഘട്ടത്തിൽ മറ്റ് മുന്നണികളൊന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പേ തന്നെ LDFിന് എത്താൻ കഴിഞ്ഞു എന്നുള്ളതും LDFിൻ്റെ ശുഭപ്രതീക്ഷയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. എന്തായാലും അല്പസമയത്തിനകം 8 മണിയോടുകൂടി തന്നെ നേതാക്കൾ ഒക്കെ AKG സെന്ററിന് മുന്നിലേക്ക് എത്തും. AKG സെന്ററിൽ ഇരുന്നായിരിക്കും ഇവരൊക്കെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കാണുക. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണത്തേതുപോലെ ഏകപക്ഷീയമായ ഒരു വിജയം UDFിന് ഉണ്ടാകില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു LDF നേതാക്കൾ. നേതാക്കൾ എത്തട്ടെ, നേതാക്കളുടെ പ്രതികരണങ്ങൾ വരട്ടെ. ഒപ്പം തന്നെ വോട്ടെണ്ണൽ പ്രക്രിയ മുന്നോട്ട് പോവുകയും അപ്പോഴും തത്സമയ പ്രതികരണങ്ങൾ അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാൻ ആവും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്.